വടല്ലേ ഇതുകൊണ്ട് കിട്ടുന്ന കുറച്ച് പണി തരാണ്ട് വാ. എന്താണാവോ ഇത് പിടിക്കുന്നു. ഇതേ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കുഴൽ കിണറിലെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ പ്രൊഡക്റ്റ്. പൂർണ്ണമായിട്ട് നിങ്ങൾ ഇതൊരു വീഡിയോ കണ്ടിട്ട് ഇത് ഉപയോഗിക്കാവൂ. ഇതിന്റെ ഉപയോഗം കുഴൽ കിണറിലെ വെള്ളം വരുമ്പോൾ നമ്മുടെ ക്ലോസറ്റിലും ബേസിലൊക്കെ ഒരു മഞ്ഞ വര ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാവും. അതിന് മാർക്കറ്റിൽ നിന്ന് ഈ രൂപത്തിലുള്ള പല പ്രൊഡക്റ്റുകളുണ്ട്. ഒന്നിന്റെ പേരൊന്നും നമ്മൾ പറയാൻ പാടില്ല, നമ്മളെ പ്രൊഡക്റ്റിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇതേ രൂപത്തിലും പല കോലത്തിലും പല സാധനങ്ങൾ ക്ലോസറ്റിൽ വെച്ചിട്ടൊക്കെ പോണത്. ഈ സാധനം കോയൽ കിണറിന്റെ ആ മഞ്ഞ വര, അത് ഇരുമ്പിന്റെ റസ്റ്റ് കൊണ്ട് വരുന്ന കറകൾ, അത് ബേസിന്റെ മുകളിലായാലും അടുക്കളയിലായാലും ടൈൽസിലായാലും ക്ലോസറ്റിലായാലും എന്തിലായാലും ഈ 2 ഗ്ലൗസ് ഉപയോഗിച്ച് ഈ സാധനം കുറച്ച് അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്ത് മാസ്ക് ഇട്ട് വളരെ ഭംഗിയിൽ ഉപയോഗിക്കുക. ഇത് അൾട്രാ പവർ എന്ന് പറയുമ്പോൾ തന്നെ നേരത്തുള്ള പ്രൊഡക്റ്റ് പോലെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമല്ല. അൾട്രാ പവർ എന്ന് പറയുന്നത് ഇതിന് കുറച്ച് പവർ കൂടിയോണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ ഈ പാക്കറ്റിൽ ഞാൻ നിങ്ങളോട് എത്ര ഗ്ലൗസ് ഉപയോഗിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മടിയായിട്ട് പെണ്ണുങ്ങൾ ഇത് അങ്ങനെ ഉപയോഗിക്കില്ല. അപ്പൊ അതിന് നിങ്ങൾക്ക് അത് മാജിക്കിൽ നിന്ന് നേരത്തെ ഇറങ്ങിയ 2 പ്രൊഡക്റ്റ് പോലെയല്ല ഈ പ്രൊഡക്റ്റ്. ഇത് അതിലേറെ ഗുരുതരമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അതിന് 2 ഗ്ലൗസ് ഉണ്ട്, മാസ്ക് ഉണ്ട്, സ്ക്രബ് ഉണ്ട്. ഈ എല്ലാ സാധനവും ഇതിന്റെ കൂടെ വെച്ചിട്ടാണ് നമ്മളെ ന്യൂട്ടന്റെ 1ഉം 2ഉം കഴിഞ്ഞ് 3ാമത്തെ പ്രൊഡക്റ്റാണ്. ഇതിന്റെ പേര് അൾട്രാ പവർ എന്നാ. ഇതിന്റെ ഒരു മെയിൻ ഉപയോഗം എന്താണെന്ന് പറയുക, നമ്മളൊക്കെ വീട്ടിൽ അതിഥികൾ വരും, പല ആളുകളും പല കാറ്റഗറിയുള്ള ആളുകൾ വരും. ഒന്ന് മൂത്രം ഒഴിക്കാനോ ബാത്റൂം ഉപയോഗിക്കാനോ ചോദിച്ചാൽ നമുക്ക് അധികം എന്നാലും നാണക്കേടുണ്ടാവും. ഇങ്ങനത്തെ ടൈൽസിന്റെ മുകളിലും ഈ ഇതിന് മുകളിലേക്ക് മഞ്ഞ കറൊക്കെ ആയിട്ട് മറ്റുള്ളവരെ നമ്മളെ ഒരു വീട്ടിന്റെ ഏറ്റവും വലിയ വൃത്തി ബാത്റൂമിലാണ് കാണും. നല്ല വൃത്തിയുള്ള ബാത്റൂമിൽ ചോറ് കഴിക്കാന്നാ പറയാം. അപ്പൊ ബാത്റൂം എപ്പോഴും വൃത്തിയായി നീറ്റായി നിൽക്കണം. അപ്പൊ ഇനി വരുന്ന ആളുകൾക്ക് വളരെ ഭംഗിയിൽ സന്തോഷത്തോടെ ബാത്റൂം തുറന്നു കൊടുക്കണമെങ്കിൽ ഈ ബാത്റൂമിലെ ഇരുമ്പ് കറകളൊക്കെ, അത് ആളുകാർക്ക് വേറെന്തോ കറാണെന്നാ കരുതാ, അതല്ല ഇരുമ്പ് കറ. കോയൽ കിണറിന്റെ വെള്ളം ഉപയോഗിക്കുമ്പോൾ വരുന്ന ഇരുമ്പ് കറകളാണ്. ഈ ആവശ്യത്തിന് ഇത് നമ്മൾ ഒരുപാട് ഉപകാരം ചെയ്യണ മാനക്കേട് കാക്കാനുള്ള സാധനം കൂടിയാണ് അൾട്രാ പവർ. ഇതെങ്ങനെ ഇതിന്റെ കറയായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് ഇത് എടുക്കാൻ വന്നത്. 10-16 വർഷമായിട്ടുള്ള സാധനം എന്നാ പറഞ്ഞത്, പോയിട്ടില്ല. അപ്പൊ അവിടെ ക്ലീൻ ആക്കിയിട്ട് എല്ലാം അലി വ്യക്തമായിട്ട് വിശദമായിട്ട് ഡെമോ കാണിച്ച് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരൂ. നേരത്തെ 2 പ്രൊഡക്റ്റ് പോലെ അല്ലത്. 3ാമത്തെ പ്രൊഡക്റ്റ് അൾട്രാ പവർ. ഇതുപോലത്തെ ഏത് സാധനം ഉണ്ടായാലും വാങ്ങി കൊടുക്കാനല്ല. ഇത് ഞാൻ പരിചയപ്പെടുത്തിയ ഒരു സാധനവും നിങ്ങളെ പറ്റിക്കൂല, പറ്റിച്ചിട്ടുമില്ല. ഇതും വേണ്ടെങ്കിൽ തിരിച്ചയക്കാം, പൈസ തിരിച്ചു വാങ്ങാം. ഉപയോഗിച്ച് നോക്കാം, എന്നിട്ട് അഭിപ്രായം നല്ലതാണ് നല്ലത് പറയാം. അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ എല്ലാ ഡെമോ കാണിച്ചു തരും. പിന്നെ ഞാനൊരു ഡെമോ ഇപ്പോൾ കാണിച്ചു തരാം. ഇനി ആ ഡെമോ കാണിക്കുമ്പോൾ അത് നേരെ കണ്ടിട്ട് ഇത് ചെയ്യുമ്പോഴുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞത് ക്ഷമാപൂർവ്വം നിങ്ങൾ കേട്ടിട്ട് കൃത്യമായി കേട്ട ശേഷം ഈ ഡെമോ കാണാവൂ. അപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയും കാണാം, ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സീരിയസ്നെസ്സും മനസ്സിലാവും. പിന്നെ ഞാൻ ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുകയാണ്, ഈ അൾട്രാ പവർ നേരത്തെ പറഞ്ഞ 2 പ്രൊഡക്റ്റ് പോലല്ല. സത്യത്തിൽ ഇത് നല്ല ഹെവി സ്ട്രോങ് സാധനമാണ്. അതിന് വേണ്ടിയാണ് ഇതിൽ മാസ്കും വേണ്ട, കയ്യിലില്ലല്ലോ പിന്നെ വാങ്ങാലോ മറന്നുപോയി എന്ന് പോലും ധരിക്കാതിരിക്കാനാണ് മാസ്കും ഗ്ലൗസൊക്കെ ഇതിൽ വെക്കുന്നത്. ഈ ഇത്തിരി സ്ട്രോങ് ഉള്ള ഒരു സാധനം എന്ന് പറഞ്ഞ് പേടിപ്പിക്കാനല്ല, എത്രയെങ്കിലും ഞാൻ പറഞ്ഞാലേ നിങ്ങൾ അത്രയെങ്കിലും ശ്രദ്ധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ബാത്റൂമിലൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ പല ആളുകളും ആസ്മ ഉള്ളവരുണ്ടാവും, മറ്റുള്ള ശ്വാസതടസ്സ രോഗങ്ങളുള്ളവരുണ്ടാവും. അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാക്കാനല്ല, ലേശം ഈസി ആയിട്ട് എന്തും നല്ല കെയർ ചെയ്ത് ചെയ്യുക, സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് ഈ പ്രോഡക്റ്റ് കൊണ്ടുള്ള ഉപകാരം കിട്ടും. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒന്നും ചെയ്യരുത്. ഇനി പ്രത്യേകിച്ച് പറയാനുള്ള ഒരു സാധനം, ഇത് വാങ്ങിയിട്ട് നമ്മൾ പുതിയ ടൈലുകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ പോളിഷിംഗ് ഉള്ളത്, ഗ്ലോസി, പിന്നെ വാൾ ടൈലിൽ ബാത്റൂമിൻ്റെ വാൾ ടൈൽ വരുന്നതൊക്കെ വില കൂടിയ ടൈലുകൾ ഒരു പ്രത്യേക പോളിസിൽ തിളക്കത്തിലുണ്ടാവുക. അതിൻ്റെ മുകളിൽ ഇത് കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഭൂപടമൊക്കെ കാണുന്ന പോലെ അടയാളം വരും. പിന്നെ കെട്ടിയ വീട്ടിൽ വരുമ്പോൾ അതിന് വേറെ തല്ല് നടക്കും. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പഴയ ടൈലൊക്കെ ആകുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിതിൻ്റെ കുറച്ച് ഇത് കുറയ്ക്കുക. ഇത് ഒന്ന് സ്ട്രോങ് കുറച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ലെങ്കിൽ പിന്നെ അങ്ങനെ മര്യാദയ്ക്ക് ഉപയോഗിക്കാമല്ലോ, ടെൻഷൻ അടിക്കണ്ടല്ലോ. ഇനി വെൽഡിൻ്റെ മുകളിൽ സ്ട്രോങ് കുറച്ചിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ ആരും കാണാത്തോടത്തൊന്ന് വല്ല വെച്ച് നോക്കുക. അവിടെ അപകടമൊന്നും സംഭവിക്കില്ലെങ്കിൽ മാത്രം ഈ വലിയ ഭാഗത്തേക്ക് വന്നാൽ മതി. ഇല്ലെങ്കിൽ അത് മേപ്പായി മാറും, പിന്നെ അവിടെ ചീത്ത വിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഇത് പ്രത്യേകം പറയുന്നത് ടൈലിൻ്റെ വില കൂടിയ ടൈലിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. കഴിയുന്നത് അത് ഒഴിവാക്കിയിട്ട് ഒരു മൂലയിൽ എവിടെയെങ്കിലും വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കുക. പഴയ ടൈലും ഇതൊന്നും അതിന് പ്രശ്നമല്ല.
അപ്പോൾ ഇതിൻ്റെ ഉപയോഗിക്കേണ്ട രീതി ഇതിലൊരു കാർഡുണ്ട്, അത് കൃത്യമായിട്ട് വായിച്ച് പറയാനുള്ളത് ഈ പറയണത് കേൾക്കാൻ ഇതിന് സമയമില്ലെങ്കിൽ ഇതിലൊരു കാർഡുണ്ട്, അതൊന്ന് നല്ലോണം വായിച്ച് വീണ്ടും പറയാണ്. ഗ്ലൗസ് ഇട്ട് മാസ്ക് വെച്ച് ഒരു ബാത്റൂമാണെങ്കിൽ തുറന്നിട്ട് അങ്ങനെയൊക്കെ വളരെ ഭംഗിയിൽ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറയുന്നതിൻ്റെ കൂടാണ് ടൈൽമേൽ അപകടം ഉണ്ടാക്കരുത് എന്നും കൂടി ഞാൻ പറയണത്. വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഈ ടൈലിൻ്റെ ഈ ഗ്ലോസി എന്നൊക്കെ ഞാൻ പറഞ്ഞതിന് പാടില്ല എന്ന് പറഞ്ഞതല്ല, നമുക്ക് സെറാമിക് ഐറ്റംസ് നല്ല തിളക്കുണ്ടാവും. അപ്പോൾ ആ തിളക്കത്തുമ്പോൾ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സെറാമിക് നമ്മൾ ക്ലോസറ്റ് ബേസിന് ഇതാ ഞാൻ ഉദ്ദേശിച്ചത് ഈ ടൈപ്പൊക്കെ ഈ ബേസിന് ഈ സെറാമിക്കിലെ ക്ലോസറ്റുകൾ ഇങ്ങനെയുള്ള പഴയ ടൈലുകൾ ഇതൊന്നും പ്രശ്നമല്ല, നിങ്ങൾ ഭംഗിയിൽ ഉപയോഗിച്ചോളി. ഞാൻ വളരെ പ്രത്യേകം പറയാണ്, ഇത് എന്തെങ്കിലും ഒരു അടയാളം വന്നാൽ ഞാനിങ്ങനെ പറഞ്ഞിരിക്കുന്നത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് എടുത്തു വെച്ച് പറഞ്ഞ് വില കൂടിയ ടൈലിന് മേൽ ഉപയോഗിച്ചിട്ട് നാശം ഉണ്ടാക്കരുത്. വളരെ നോക്കി ടെസ്റ്റ് ഡോസ് അടിച്ചിട്ടൊക്കെ ചെയ്ത് നോക്കി. ഒരു മൂലയിലൂടെ പോയിട്ട് ടെസ്റ്റ് ഡോസ് അടിച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി, കുഴപ്പമില്ല. ബാക്കി എല്ലാത്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ 100% ഉറപ്പ് തരാണ്. അത് പറ്റിയിട്ടില്ലെങ്കിൽ ആ സാധനം അപ്പം തന്നെ ആ ബട്ടൺ കുത്തി പിറ്റേന്ന് ഇങ്ങോട്ട് തിരിച്ചയച്ചാൽ പൈസ അവിടെ എത്തിക്കോളും. റാഹത്തായിട്ട് ഒരു ഭയവും വേണ്ട. ന്യൂട്ടന്റെ ബ്രാൻഡില് മൂന്നാമത്തെ പ്രൊഡക്റ്റാണ് അൾട്രാ പവർഫുൾ. അതായത് ബോർവെല്ലിന്റെ വെള്ളം ഉപയോഗിക്കുന്നവർ, അത് കുഴൽക്കിണറിന്റെ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. ഇത് ഈ വീട്ടിലുള്ള ആൾക്കാർക്ക് വൃത്തിയില്ലാഞ്ഞിട്ടോ അവർ ക്ലീൻ ആക്കാനിട്ടോ ഒന്നുമല്ല പ്രശ്നം. ഇത് ഇരുമ്പിന്റെ കണ്ടന്റ് പൈപ്പൊക്കെ കണ്ട ദ്രവിച്ചിരിക്കുന്നതാണ്. ഇത് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിഞ്ഞ് വിറ്റുന്നതാണ്. ഇത് ഇരുമ്പിൻ്റെ കണ്ടന്റ് ഇതിൽ ഉള്ളത് കൊണ്ട് കാരണമാണ്. അത് സാധാ സർഫസ് ഇട്ട് സോപ്പോ സർഫും പൊടി ഇട്ടിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പോവില്ല, ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഏത് പ്രൊഡക്റ്റായാലും നല്ല ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് നമ്മളിത് നിങ്ങളെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലീൻ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. ഇത് റസ്റ്റ് റിമൂവറാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ കമ്പിയൊക്കെ ഇട്ടുകൊണ്ട് ഇത് ക്ലീൻ ആക്കാൻ ശ്രമിക്കരുത്. സാധാ ബ്രഷ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സ്പോഞ്ച് ഐറ്റംസ് ഉപയോഗിച്ച് കാണുന്നത് ക്ലീൻ ആക്കുക. ഇത് വേണ്ട. ടൈലൊക്കെ കണ്ട, ഈ ഭാഗം മാത്രമേ വൃത്തിയാക്കിയിട്ടുള്ളൂ. അവിടെയൊക്കെ കണ്ട, ഞാൻ മൊത്തമായിട്ട് ക്ലീൻ ആക്കിയിട്ടില്ല. ആഫ്റ്റർ ബിഫോർ ഒന്ന് നോക്കിയാൽ ബോർവെല്ലിൻ്റെ വെള്ളം വീണിട്ട് ഫുള്ളായിട്ട് സ്റ്റെയിനായിരുന്നത്. അതായത് അയൺ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ഈ ടൈൽസ് ഒബ്സർവ് ചെയ്തിട്ട് ഇതിങ്ങനെ കളറാവുന്നത്. അപ്പോൾ ഗ്രാനൈറ്റിൽ ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല, മാർബിളിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അത് പോളിഷ് ചെയ്ത് ഇതിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ടൈലുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ കുറച്ച് ഒറ്റിച്ച് നോക്കിയിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ കളർ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ നോക്കിയിട്ട് വേണം. ഡൈലൂഷൻ ചെയ്തിട്ട് ഇതിന്റെ വീര്യം കുറക്കണം. അങ്ങനത്തെ ഇതിൽ തന്നെ ഗ്രാനൈറ്റിൽ തന്നെ അല്ല ടൈലിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ പോളിഷ് ചെയ്ത് വരുന്നുണ്ട്. ഇത് നല്ല പവറുള്ള സാധനമാണ്. ന്യൂട്ടന്റെ അൾട്രാ പവർ എന്താന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടാ. ഞാൻ വെള്ളം പിടിക്കാൻ പോകണം. ആഫ്റ്റർ ബിഫോർ ചളി പോകണ്ട ഈ ടൈലിന്റെ വ്യത്യാസം കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഉപയോഗിക്കേണ്ടതാണ്. ഇത് മാരക സ്ട്രോങ് ആണ്. ഗ്ലൗസ് മാസ്ക് സംഗതികളുടെ. അപ്പൊ വീഡിയോ സംസാരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഇട്ടിട്ടില്ല എന്നുള്ളത്. ഗ്രാനൈറ്റില് മാർബിള് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇതിലെല്ലാം ടൈലിന്റെ 2 ഐറ്റം വരുന്നുണ്ട്. ഇത് ഒറിജിനലാണ്. ഇത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ട് ഫുള്ളായിട്ട് സ്റ്റെയിൻ ഇപ്പൊ നമ്മൾ റിമൂവ് ചെയ്തിരുന്നത്. ഇത് മെയിൻലി നമ്മള് ടാർഗറ്റ് ചെയ്യുന്നത് ഇതേപോലെ ബോർവെല്ല് വെള്ളത്തില് ഉള്ള ഇതേപോലത്തെ ടോയ്ലറ്റിന്റെ പ്രശ്നങ്ങൾ, ക്ലോസറ്റിന്റെ ഇഷ്യൂകൾ, ഇതൊക്കെ പൂർണ്ണമായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ മാത്രമേ ഉള്ളൂ. അടിപൊളി സാധനമാണ്, നമ്മളെ വിശ്വസിക്കാം. നോക്കിക്കട്ടാ,
ഇനിയിപ്പോൾ നമ്മളെ കൈ ടച്ചിങ്സ് ആവാത്ത സ്ഥലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുപാടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുപാടി വൃത്തിയായി ക്ലീനായി തോന്നും. ഇപ്പോൾ ബാത്റൂമിൻ്റെ ഒരു മാറ്റം കണ്ടില്ല നിങ്ങൾ? എന്തായിരുന്നു ഇതിൻ്റെ കോലോ? ഇത് ബോർവെല്ലിൻ്റെ വെള്ളം വീണിട്ട് മൊത്തത്തിൽ അയൺ കണ്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെയിൻ ആയിരുന്നത്. ഇത് ബാത്റൂമിൽ നമുക്ക് ഇതേപോലെ കിടക്കുന്ന ബാത്റൂമുകൾ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. ഇത് കണ്ട ഈ ഭാഗങ്ങൾ ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ട് എത്താത്ത സ്ഥലമാണ്. ഈ ജസ്റ്റ് ഇവിടെ ഈ ഭാഗം ഒന്ന് നോക്കിക്കോട്ടെ, ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ വൃത്തിയാക്കി ഒന്ന് കാണിച്ചു തരാം. ഏതാണ്